ഇതൽ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അഡീനിയം വെറൈറ്റീസാണ്. ഇത് കുറച്ചധികം ഗ്രാഫ്റ്റഡ് വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള വലിയ കാഡക്സ് ഉള്ള, അതായത് ബോൺസായി പോലെയൊക്കെ നിൽക്കുന്ന അഡീനിയം വെറൈറ്റീസ് അവൈലബിൾ ആണ്. 10-18 വർഷം പഴക്കമുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഒരെണ്ണം മാത്രം മതി, അത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളാണ്. നിറയെ പൂക്കും, നല്ല വെയിലാണ് ആവശ്യം. അത്യാവശ്യം ഉണക്കച്ചാണകം, എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ധാരാളം പൂക്കളുണ്ടാകും. ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളത്. വലിയ കുറേ പ്ലാന്റുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ കോഡക്സ് ഒക്കെ നല്ല വലിപ്പമുള്ള കോഡക്സാണ്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്ലാന്റാണിത്. ഇതിനെ നമുക്ക് ഒരു പ്ലാന്റ് മാത്രമായിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലും ഓഫീസുകളിലും ഒക്കെ സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് നിൽക്കും. നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് അഡീനിയം. സാധാരണ എനിക്ക് പൂക്കളെയൊക്കെ എപ്പോഴും ഒരു സ്ത്രീയായിട്ട് ഉപമിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഈ അഡീനിയത്തെ മാത്രം ഞാൻ ഒരു പുരുഷനായിട്ടാണ് കാണുന്നത്. കാരണം അത് നല്ല തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് എനിക്ക് അതിനെ അങ്ങനെ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനെ ഓരോ വർഷവും നമ്മൾ കട്ട് ചെയ്ത് അതിന് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോഴാണ് ഓരോ വർഷവും, അതായത് ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ചട്ടികൾ മാറിക്കൊടുക്കണം. ചട്ടികൾ മാറിക്കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് അതിൻ്റേതായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കാഡക്സ് പൊക്കി വെച്ച് കൊടുത്താൽ അവർ നല്ല ഭംഗിയായിട്ടുള്ള കോഡക്സ് ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ പാകിയാണ് മുളപ്പിക്കുന്നത്. പിന്നെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് സിംഗിൾ പെറ്റലാണ്, പക്ഷേ എന്നാലും നല്ല നല്ല ഭംഗിയാണ്. ഇവർ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള. ഇതെല്ലാം ഗ്രാഫ്റ്റഡാണ്. ഇവർ ഗ്രാഫ്റ്റ് ചെയ്ത ചെറിയ പ്ലാന്റായിട്ട് വളർത്താം. അങ്ങനെയുള്ള വെറൈറ്റീസാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇത് നോക്ക്, ഇത് അഡീനിയത്തിൻ്റെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസാണ്. ഡബിൾ പെറ്റൽ, ഡബിൾ കളറ് എല്ലാം ഉൾപ്പെടുന്ന ഒരുപാട് തരം ചെടികൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഭംഗിയെന്ന് പറയുന്നത്, ഇതിൻ്റെ കാഡക്സ് ഇങ്ങനെ ഇത്രയും ചെറിയ കാഡക്സ്, ഒരുപാട് ശിഖരങ്ങൾ, ഇത് ഈ നമ്മുടെ നാടൻ അഡീനിയത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ചെടി. അങ്ങനെ ചെയ്തെടുക്കുന്നതിനാണ് കൂടുതൽ. ചെറിയ ചെടിയുമാണ്, എന്നാൽ നിറയെ പൂക്കളും ഉണ്ടാകും. നല്ല ബുഷിയായിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ ഭംഗി. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റികളാണ്. ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ളതും ഇത് കണ്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഡബിൾ കളറാണ്, ഡബിൾ പെറ്റൽസാണ്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഈ റെഡൊക്കെ കണ്ടാൽ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഇതൊക്കെ നമുക്ക് പൂവായി കഴിയുമ്പോൾ വേണമെങ്കിൽ ടേബിളിൽ ഒന്നെടുത്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കാം. ഇൻഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഇത്രയും ഫ്ലവറായിട്ട് നിന്ന് കഴിയുമ്പോൾ. പക്ഷേ ഇവരെപ്പോഴും ഔട്ട്ഡോർ പ്ലാന്റാണ്. നല്ല വെയിൽ വേണ്ട പ്ലാന്റാണിത്. അധികം വെള്ളം വേണ്ട. അതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. കാര്യം ഇവരെ കുറച്ച് നാൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പോലും നമുക്ക് ഇവർ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഒരുപാട് ഓവർ വെള്ളം വന്നാൽ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. വെറുതെ വെയിലത്ത് നമ്മൾ ഇവരെ എടുത്ത് വെയിലത്തിട്ടാൽ പോലും ഇവർ നശിച്ചു പോകുകയില്ല. അങ്ങനെ ഈ കാഡക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥലത്ത് വെള്ളം നിന്ന് പോയാൽ ഇവർ ചീഞ്ഞു പോകും. അത് മാത്രമാണ് ഇവർക്കുള്ള കുഴപ്പം. പിന്നെ നല്ല പൂക്കൾ വേനൽക്കാലത്താണ് ഉണ്ടാകുന്നത്. മഴക്കാലത്ത് അത്രയ്ക്ക് പൂക്കൾ ഉണ്ടാകുകയില്ല. അങ്ങനെയാണ് ഇവരുടെ പ്രത്യേകത. നല്ല നല്ല ചെടികളിപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പരിചരണമൊക്കെ വളരെ കുറവ് മതി. കാരണം എല്ലുപൊടി, ഉണക്കച്ചാണകം അതൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് നല്ല പൂക്കളുണ്ടാകും. പിന്നെ ഇടയ്ക്ക് നമുക്ക് NPK കൊടുക്കാം. ഇതുപോലുള്ള ചെറിയ ചെടികളാണ്. ഇത് സീഡ് പാകി കിളിപ്പിക്കുന്ന ചെടികളാണ്. ഇതിൻ്റെ കാഡക്സ് ഇതുപോലെ വളർന്നു വരും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ അടുത്ത ചട്ടികളിലേക്ക് വെക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ പൊക്കി വെക്കണം. ഈ കാഡക്സ് കുറച്ചുകൂടെ പൊക്കി വെക്കണം. അപ്പോൾ എന്നിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഈ കോഡക്സ് ഇതുപോലെ വളർന്ന് വലുതായി വരും.
എന്നിട്ടാണ് ഇതിൻ്റെ ഈ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് വേറെ ഇതുപോലുള്ള ചെടികളുടെ, ഇതുപോലെ മൾട്ടിപ്പെറ്റലൊക്കെ ഉള്ള ചെടികളുടെ ഭാഗം ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഇതുപോലുള്ള ഭംഗിയുള്ള കോഡക്സ് വരുന്നത്. ഈ കോഡക്സ് ഇത്രയും ഭംഗിയായിട്ട് നിന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ചെടികളും ഈ പൂക്കളും ഒക്കെ വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഭംഗി. അങ്ങനെയാണ് ഇത് ഈ തരത്തിലാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ 18 വർഷം പഴക്കമുള്ള ചെടികളും വർഷാവർഷം കട്ട് ചെയ്ത് അതിനെ വലുതാക്കി അപ്പോഴും ഈ കോഡക്സ് വളർന്നു വരും. അങ്ങനെയാണ് ഇതിനെ ബോൺസായി രൂപത്തിലാക്കിയെടുക്കുന്നത്. ഇതുപോലുള്ള ഗ്രാഫ്റ്റഡ് ചെടികളും വർഷങ്ങൾ പഴക്കമുള്ള വലിയ കാഡക്സ് ഉള്ള ബോൺസായി വെറൈറ്റി അഡീനിയംസും പിന്നെ ചെറിയ തൈകൾ, സീഡ് മുളപ്പിച്ച ചെറിയ തൈകളും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇതുപോലുള്ള ചെടികളുടെയും പൂക്കളുടെയും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതൾ ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.